നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഡിഷ് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് വരട്ടിയെടുത്തിട്ടുള്ള ചിക്കനാണ്, പെപ്പർ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുരുമുളക് ഒന്ന് വറുത്തെടുക്കണം. ഒരു പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. കുരുമുളക് ഒന്ന് ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, 1 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, ഇത് 4 കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാണ്ട് വറുത്തെടുക്കണം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ടല്ല പൊടിച്ചെടുത്തിട്ടുള്ളത്, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇങ്ങനെ മസാല നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ കഴിക്കുന്ന സമയത്ത് ഈ മസാല ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കറി റെഡിയാക്കി എടുക്കാൻ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 3 പച്ചമുളകാണ്. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 3 വലിയ ഉള്ളി, അല്ലെങ്കിൽ 4 ഒരു മീഡിയം സൈസ് ഉള്ളി, സവോള, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില. ഇനി നന്നായിട്ടൊരു ബ്രൗൺ കളറാകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 1 മിനിറ്റൊക്കെ മതിയാവും. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1.5 കപ്പ് ചൂടുവെള്ളമാണ്. അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് അടുപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കറി ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും, നമ്മുടെ കറി ഫ്ലോപ്പായി പോവാതിരിക്കാൻ. അടി പിടിച്ചാൽ പിന്നെ കറിയുടെ ടേസ്റ്റ് മൊത്തം കൊള്ളാവും. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു വറ്റുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ കറി വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കറിയൊക്കെ എടുത്ത് വെക്കാം. ഞാനിപ്പോൾ കുറച്ച് കറി മാറ്റി വെക്കുന്നുണ്ട് മോന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ കുരുമുളകും കൂടി ഇടുമ്പോൾ നമ്മുടെ കറി നല്ല സ്പൈസി ആയിട്ട് വരും. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര എരിവായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ മസാലപ്പൊടി ഇടുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വെക്കാം. എരിവ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ. ഇപ്പോൾ മോന് വേണ്ടി ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. മോൾക്ക് പിന്നെ പ്രശ്നമില്ല, അവൾ കഴിച്ചോളും. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി മണമൊക്കെയാണ് വരുന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുരുമുളകിട്ടിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴോട്ട് പോയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ.